കലോത്സവ വേദിയിലേക്ക് മോഹൻലാൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം 4 മണിയായിരുന്നു സമാപന സമ്മേളനം പറഞ്ഞിരുന്നത്. അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യാതിഥിയായ മോഹൻലാൽ ഇതാ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ മറ്റ് വിശിഷ്ടാതിഥികളും അല്പസമയത്തിനകം എത്തിച്ചേരും. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു. മുഖ്യാതിഥിയായ മോഹൻലാൽ എത്തിയിരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നു. മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മോഹൻലാലിനൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ രാജനും വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. മോഹൻലാലിനെ കാണാൻ തെക്കിൻകാട് മൈതാനിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തെ നമുക്ക് കാണാം. വലിയ ജനസാഗരം അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. മോഹൻലാൽ ആരാധകർ, കലാസ്വാദകർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 4 മണിക്ക് പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞു. ആ കൃത്യസമയത്ത് തന്നെ പരിപാടികൾ ആരംഭിക്കുകയാണ്. മോഹൻലാലാണ് മുഖ്യാതിഥി. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും കലാപ്രേമികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൗമാര കലോത്സവം 5 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെ കലാപ്രതിഭകൾ മാറ്റുരച്ച വിസ്മയ പ്രകടനങ്ങളുടെ അന്തിമ വിധിയെഴുത്ത് ആരവത്തോടെ പ്രഖ്യാപിക്കുന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കലോത്സവത്തിന്റെ ജനറൽ കോർഡിനേറ്ററുമായ ശ്രീ ഉമേഷ് NSK IAS ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നാട്ടുകാരെ, കുട്ടികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 64ാമത് കേരള സ്കൂൾ കലോത്സവം 5 ദിവസം 249 ഇനങ്ങൾ, ഏകദേശം 14,000 കുട്ടികൾ, 25 വേദികൾ, 20 താമസ കേന്ദ്രങ്ങൾ, ഒരു സിറ്റി, ഒരു നഗരം. നമ്മുടെ കുട്ടികളുടെ കലാസാംസ്കാരിക കഴിവുകളെ വേദിയാക്കാനുള്ള ഒറ്റ ലക്ഷ്യം. അതാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവം. ഈ 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങാണ് ഇന്ന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ കലോത്സവത്തിന് വേണ്ടി സ്വന്തം ഫംഗ്ഷൻ പോലെ, സ്വന്തം വീട്ടു കല്യാണം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടേക്കപ്പ് ചെയ്ത് നമ്മളെ ലീഡ് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സാറാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. സാറിനെ വളരെ സ്നേഹത്തോടെ, വളരെ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാറാണ്. സാർ അല്പസമയത്തിൽ തന്നെ എത്തിച്ചേരും. സാറിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സാർ. ഈ സമാപന യോഗത്തെ ആവേശഭരിതമാക്കുന്നത് നമ്മുടെ മലയാളികളുടെ അഭിമാനം ശ്രീ മോഹൻലാൽ ആണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചേരുകയും ഈ കലോത്സവത്തിൻ്റെ ജേതാക്കൾക്ക് സ്വർണ്ണ കപ്പ് കൈമാറുകയും ചെയ്യുന്നതിനും നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള പത്മഭൂഷൺ ശ്രീ മോഹൻലാലിനെ ഈ സമാപന യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം തൃശ്ശൂർ ജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ AM ഷംഷീർ അവർകളാണ്. ശ്രീ AM ഷംഷീർ അവർകളെ വളരെ സ്നേഹപൂർവ്വം ഈ സമാപന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവം തൃശ്ശൂർ വച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഘട്ടം മുതൽ നമുക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്ന് ഈ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം നിർവഹിച്ച നമ്മുടെ കുട്ടികളുടെ വളരെ ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഈ സമാപന യോഗത്തിൽ അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സാറിനെയും ഈ സമാപന യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കലോത്സവത്തിൻ്റെ വിജയത്തിനായി നമ്മോടൊപ്പം ഈ നാളുകളിൽ ചേർന്ന് പ്രവർത്തിച്ച തൃശ്ശൂരുടെ
സ്വന്തം മന്ത്രി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ ഈ വേദിയിലുണ്ട്. നമ്മോടൊപ്പം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദുവിനെ ഈ സമാപന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാഡം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ സർ അവർകളെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ സിറ്റിയിൽ എല്ലാ കാര്യങ്ങൾക്കും കലോത്സവത്തിൻ്റെ നടത്തിപ്പിന് എല്ലാവിധ സഹായവും ചെയ്തു നൽകിയ ബഹുമാനപ്പെട്ട തൃശ്ശൂർ കോർപ്പറേഷനുടെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തിനെയും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃശ്ശൂരുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട MLA-മാരായ ശ്രീ P. ബാലചന്ദ്രൻ അവർകൾ, ശ്രീ BR സുനിൽകുമാർ അവർകൾ, ദെൻ ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി അവർകൾ, ശ്രീ NA അക്ബർ അവർകൾ, അതേപോലെ ശ്രീ AC മൊയ്തീൻ അവർകൾ, സനീഷ് കുമാർ അവർകൾ, ശ്രീ ടൈസൺ കൈപ്പമംഗലം അവർകൾ, ശ്രീ KK രാമചന്ദ്രൻ അവർകൾ അടക്കമുള്ള എല്ലാ MLA-ക്കളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഒരിക്കൽ കൂടി സാറുടെ പ്രസൻസിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് അവർകളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഉത്തരവാദിത്വത്തോടെ കലോത്സവം ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരണം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ഡോക്ടർ K. വാസുകി മാഡമാണ്. മാഡത്തിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട തൃശ്ശൂരുടെ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവർകളെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS അവർകളെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനകളുടെ ഈ കൺവീനറായിട്ട് എല്ലാ പ്രവർത്തനവും നടത്തിയ സംഘടനകളുടെ പ്രതിനിധികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾ, വേദിയിലും സദസ്സിലൊരുക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വകുപ്പുകളുടെ മേധാവികൾ എല്ലാവരെയും ഞാൻ